നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഒരു മാസത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം. കേരളത്തിന്റെ ജനവിധി എങ്ങനെയാകുമെന്നുള്ള അവകാശവാദങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും വിരാമമിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ന് കടക്കും. മൂന്നാമതും ഭരണത്തിലേറാമെന്ന പ്രതീക്ഷ വിടാതെ LDF, തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസത്തിൽ UDF. എന്നാൽ ഇനിയൊരു പരാജയമുണ്ടായാൽ താങ്ങാനാവാത്ത സ്ഥിതിയിലാണ് ഇരു മുന്നണികളും. അതേസമയം കേരളത്തിൽ ശക്തമായി നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NDA. രാവിലെ 8 മണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ഹോം സർവീസ് വോട്ടുകൾ എണ്ണിത്തുടങ്ങുമെങ്കിലും ഔദ്യോഗികമായി ആദ്യം പുറത്തുവരുന്നത് ബൂത്തുകളിലെ EVM-ലെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ ഫലസൂചനയായിരിക്കും. 8:30യോടെയാണ് EVM എണ്ണിത്തുടങ്ങുന്നത്. EVM ഓരോ റൗണ്ട് എണ്ണിത്തീരുമ്പോഴും www.results.eci.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം അപ്ലോഡ് ചെയ്യും. വൈകിട്ട് 5ഓടെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്താനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. വോട്ടെണ്ണലിന് തിടുക്കം വേണ്ടെന്നും തെറ്റുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തി വേണം ഓരോ ഘട്ടത്തിലേക്കും കടക്കേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വീഴ്ചയുണ്ടായാൽ അച്ചടക്ക നടപടികൾ ഉണ്ടാകാം. 15,465 ഉദ്യോഗസ്ഥരെയും CRPF ഉൾപ്പെടെ 32,301 സുരക്ഷാ ഭടന്മാരെയും നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടക്കും. സാമാജികരുടെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന 6 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ വിഷ്ണുപൂജ വഴിപാട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തുന്നത്. പള്ളിക്കുന്നിലെ ക്ഷേത്രവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഭക്തനാണ് വഴിപാട് നടത്തുന്നത്. പിണറായി വിജയൻ ചോതി നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട്. 250 രൂപയാണ് വഴിപാട് തുക. ഞായറാഴ്ച വഴിപാട് ചീട്ടാക്കിയെങ്കിലും വോട്ടെണ്ണൽ ദിവസമായ തിങ്കളാഴ്ചയാണ് പൂജ. ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡിന്റെ ഭാഗമായി അർജുൻ ആയങ്കി തിരുവനന്തപുരം ആറ്റിപ്പറ കളത്തൂർ വിനായകം വീട്ടിൽ ആദർശ്, അഴീക്കൽ കോവലടി നിരിച്ചൽ വീട്ടിൽ പ്രണവ്, എറണാകുളം പള്ളുരുത്തി കുന്നത്ത് വീട്ടിൽ ധനീഷ്, ആലപ്പുഴ കഞ്ഞിക്കുഴി മാഴിത്തറ കൊച്ചുവെളി വീട്ടിൽ അരുൺ, പള്ളുരുത്തി വരിക്കാശ്ശേരി വീട്ടിൽ ടാൻസൻ എന്നിവരെ പോലീസ് പിടികൂടി. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര കാറുകളും മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹൈവേ റോബറി, കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കടത്ത്, മോചനദ്രവ്യത്തിനു വേണ്ടി മനുഷ്യക്കടത്ത്, സ്വർണം കടത്ത്, ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു. കുറ്റകൃത്യം ആസൂത്രണം ചെയ്യാൻ സംഘടിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കൊട്ടേഷൻ ആസൂത്രണം ചെയ്യാനാണ് പ്രതികൾ ഒത്തുകൂടിയതെന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്തെ പ്രധാന പാർട്ടി ആസ്ഥാനങ്ങളിൽ വൻ ഒരുക്കങ്ങളുമായി ജനവിധി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കടുത്ത ചൂട് പരിഗണിച്ച് ഓഫീസിന് മുന്നിൽ വലിയ പന്തലും ഫാനുകളും കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. ഫലം തത്സമയം കാണാൻ LED വാളുകളും സ്ഥാപിച്ചു. വിജയമുറപ്പിച്ച പ്രവർത്തകർ പായസവും ലഡുവും ഓർഡർ ചെയ്തു കഴിഞ്ഞു. തുടർഭരണം ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് CPM ക്യാമ്പ്. ആഘോഷങ്ങൾക്കായി വലിയ പന്തലുകളോ അലങ്കാരങ്ങളോ AKG സെന്ററിൽ ഒരുക്കിയിട്ടില്ല. ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ മധുരപലഹാരങ്ങളും പടക്കങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്. BJP ആസ്ഥാനമായ മാരാർജി ഭവനിലും ഫലം തത്സമയം കാണാൻ വലിയ സ്ക്രീനുകൾ ഒരുങ്ങുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, VV രാജേഷ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ രാവിലെ 10 മണിയോടെ ആസ്ഥാനത്തെത്തും. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ റെഡ് സ്റ്റാർ പ്രസിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് 4 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ തീ പടർന്നത്. പ്രിന്റിംഗ് യൂണിറ്റും ഗോഡൌണും പ്രവർത്തിച്ചിരുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. അച്ചടിക്കായി എത്തിച്ചിരുന്ന ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന പേപ്പർ റീലുകളും ബണ്ടിലുകളും പൂർണ്ണമായി കത്തിത്തീർന്നു. ലക്ഷങ്ങൾ വിലയുള്ള പ്രിന്റിംഗ് മെഷീനുകൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 8ഓളം AC ഔട്ട്ഡോർ യൂണിറ്റുകൾ, ഇൻവെർട്ടർ ബാറ്ററികൾ, മറ്റ് ഇലക്ട്രിക് വയറിംഗുകൾ എന്നിവ തീയുടെ ആഘാതത്തിൽ ഉരുകി നശിച്ച നിലയിലാണ്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. എടക്കാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ചെമ്പിലോട് തന്നട മെപ്പോയിൽ ഭാഗത്തു നിന്നാണ് ഉഗ്രശേഷിയുള്ള ഗുണ്ടുകളും ബോംബുകളും കണ്ടെടുത്തത്. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിന്റെ വീടിന് സമീപ പ്രദേശത്തു നിന്ന് തന്നെ ബോംബുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. കനത്ത ചൂടിൽ നിന്ന് ആശ്വാസമേകി കാലവർഷം 25-ന് കേരളത്തിലെത്തും. 18 മുതൽ ഇതിന്റെ സൂചന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ലഭിക്കുന്ന ഒറ്റപ്പെട്ട വേനൽ മഴ ഈ മാസം പകുതി വരെ തുടർന്നേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാർച്ച് 1 മുതൽ ഏപ്രിൽ 29 വരെ കേരളത്തിൽ 136.3 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ലഭിച്ചത് 73.5 മില്ലിമീറ്റർ മാത്രം.
46% കുറവ്. കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ സാധാരണ നിലയിൽ വേനൽ മഴ ലഭിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ 59 മുതൽ 20% വരെ കുറവുണ്ടായി. 1.5 വർഷമായി സസ്പെൻഷനിലുള്ള കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിനെ വീണ്ടും സസ്പെൻഡ് ചെയ്ത് സർക്കാരിന്റെ ഉത്തരവ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതും സർക്കാരിനെ വിമർശിച്ചതുമാണ് പ്രകോപനമായത്. ഇത് 8ാമത്തെ അച്ചടക്ക നടപടിയാണ്. വൈദ്യുതി സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾക്കു നേരെ ഇടത് സർക്കാർ മുഖം തിരിച്ചതാണ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് വിദഗ്ധർ. 3000 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമായിരുന്ന പുതിയ ജലസൗരോർജ്ജ പദ്ധതികളാണ് 10 വർഷത്തിനുള്ളിൽ KSEB സർക്കാരിന് സമർപ്പിച്ചത്. 300 മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി സുവർണ ജൂബിലി എക്സ്റ്റൻഷൻ പദ്ധതിയാണ് ഇതിൽ പ്രധാനം. നിലവിലുള്ള ജലസംഭരണിയിലെ ജലം ഉപയോഗിച്ച് തന്നെ നടപ്പാക്കാൻ കഴിയുമായിരുന്ന പദ്ധതി വേണ്ടെന്ന് വെച്ചതിൽ ദുരൂഹത ഏറെയുണ്ടെന്ന് ആരോപണം. കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 17കാരൻ മുങ്ങി മരിച്ചു. ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി നാസറിന്റെ മകൻ ഷബീലാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടമുണ്ടായത്. കൂട്ടുകാരായ 2 പേർക്കൊപ്പമാണ് ഷബീൽ ഇവിടെ എത്തിയത്. ഇവർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയെങ്കിലും ആ സമയം ഷബീൽ ഇറങ്ങിയിരുന്നില്ല. എന്നാൽ പിന്നീട് ഇവർ കരയ്ക്ക് കയറിയപ്പോൾ ഷബീലിനെ കാണാനില്ലായിരുന്നു. ഏലക്കയുടെ വിപണി വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോഴും അതിന്റെ ഗുണഫലം ലഭിക്കാതെ ഹൈറേഞ്ചിലെ സാധാരണ കർഷകർ. ഉൽപാദനത്തിലെ വൻ ഇടിവും കടുത്ത വേനലുമാണ് വില വർധനവിന് കാരണമായതെങ്കിലും കയ്യിൽ വിൽക്കാൻ ചരക്കില്ലാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം കർഷകരും. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ലേല കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയത്. ബുധനാഴ്ച നടന്ന ലേലത്തിൽ കിലോയ്ക്ക് 6024 രൂപ വരെ ഉയർന്ന വില ലഭിച്ചു. ശരാശരി വില 2600 രൂപയ്ക്കും 2700 രൂപയ്ക്കും ഇടയിലാണ്. ഇടുക്കി മഹിളാ കാടമം പ്രൊഡ്യൂസർ കമ്പനി, സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാടമം കമ്പനി എന്നിവിടങ്ങളിൽ നടന്ന ലേലങ്ങളിലും മികച്ച വിലയാണ് ലഭിച്ചത്. മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ സംസ്ഥാനത്തിന് പ്രതിവർഷ നഷ്ടം 3 കോടി യൂണിറ്റ് വൈദ്യുതി. യൂണിറ്റിന് 10 രൂപ വരെ നൽകാൻ തയ്യാറായിട്ടും വൈദ്യുതി കിട്ടാത്ത അവസ്ഥയാണിപ്പോൾ. ഇതിനിടെയാണ് യൂണിറ്റിന് 50 പൈസ മാത്രം ഉൽപാദന ചെലവുള്ള മണിയാർ പദ്ധതിയുടെ കരാർ സ്വകാര്യ കമ്പനിക്ക് പുതുക്കി നൽകാനുള്ള നീക്കം. ഈ കരാർ പുതുക്കിയാൽ അതൊരു കീഴ്വഴക്കമാവുകയും സംസ്ഥാനത്തെ 49 മെഗാവാട്ടിന്റെ സമാന പദ്ധതികളിലും ഇതേ ആവശ്യം ഉയരുകയും ചെയ്യും. കൊല്ലം ചാമക്കട മാർക്കറ്റിന് സമീപം വടയാറ്റുകോട്ടയിൽ തീപിടുത്തം. റൊമാൻസ് എന്ന തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. 7ഓളം ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് നിയമവിരുദ്ധമായി കടത്താൻ ശ്രമിച്ച വിദേശ മദ്യശേഖരം എക്സൈസ് പിടികൂടി. മലപ്പുറം കാളിക്കാവ് വെന്തോണം പടിയിൽ വെച്ച് നടന്ന പരിശോധനയിലാണ് സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 60ഓളം മദ്യക്കുപ്പികളുമായി 2 യുവാക്കൾ വലയിലായത്. എടത്തനാട്ടുകര സ്വദേശികളാണ് പിടിയിലായത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടാണ് മദ്യം എത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കൊല്ലം, കാസർഗോഡ് ജില്ലകളിൽ പടക്ക വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വിലക്കേർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനമായ തിങ്കളാഴ്ച പടക്കക്കടകൾ തുറക്കാനോ ആഘോഷങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനോ പാടില്ലെന്ന് അതത് ജില്ലാ കളക്ടർമാർ ഉത്തരവിട്ടു. കൈലാസ് മാനസരോവർ യാത്ര ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴി നടത്തുന്നതിനോടുള്ള നേപ്പാളിന്റെ എതിർപ്പ് ഇന്ത്യ നിരസിച്ചു. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള കാഠ്മണ്ഡുവിന്റെ അവകാശവാദം ന്യായീകരിക്കാവുന്നതോ ചരിത്രപരമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതോ അല്ലെന്ന് പറഞ്ഞു. കാഠ്മണ്ഡു തങ്ങളുടെ പ്രദേശമാണെന്ന് അവകാശപ്പെടുന്ന ലിപ്ലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസരോവർ തീർത്ഥാടന പാതയെ എതിർത്ത് നേപ്പാൾ സർക്കാർ ഞായറാഴ്ച ഇന്ത്യക്കും ചൈനയ്ക്കും നയതന്ത്ര കുറിപ്പുകൾ അയച്ചിരുന്നു. നയതന്ത്ര മാർഗങ്ങളിലൂടെ തന്റെ രാജ്യത്തിന്റെ ആശങ്കകൾ ഇരു അയൽക്കാരെയും അറിയിച്ചിട്ടുണ്ടെന്ന് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലോക് ബഹാദൂർ പൗഡൽ ഛേത്രി പറഞ്ഞു. ഭോപ്പാലിൽ പ്രമുഖ IAS കോച്ചിംഗ് അക്കാദമി ഡയറക്ടറെ തട്ടിക്കൊണ്ടുപോയി തോക്കിൻമുനയിൽ നിർത്തി 1.89 കോടി രൂപ തട്ടിയെടുത്തു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശുഭ്ര രഞ്ജൻ IAS അക്കാദമി ഡയറക്ടർ ശുഭ്ര രഞ്ജനെയാണ് അതിക്രമത്തിന് ഇരയായത്. അക്കാദമിയുടെ ഭോപ്പാൽ ഫ്രാഞ്ചൈസി നടത്തിയിരുന്ന പ്രിയങ്ക് ശർമ്മ എന്ന വ്യക്തിയാണ് ആസൂത്രിത കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് പിന്നാലെ ടാക്സി വേയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് യാത്രക്കാരൻ പുറത്തേക്ക് ചാടി. ഷാർജയിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയ എയർ അറേബ്യ വിമാനത്തിലാണ് ഞായറാഴ്ച പുലർച്ചെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. തമിഴ്നാട് സ്വദേശിയായ 34കാരനാണ് ഇത്തരത്തിൽ വിമാനത്തിന് പുറത്തേക്ക് ചാടിയത്. ഇയാൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിമാനത്തിനുള്ളിൽ ഇയാൾ 2 തവണ ഛർദ്ദിച്ചിരുന്നു. അസ്വസ്ഥതയെ തുടർന്നുണ്ടായ വെപ്രാളമാകാം ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം. യാത്രക്കാരൻ പുറത്തേക്ക് ചാടിയ ഉടൻ തന്നെ പൈലറ്റ് വിവരം ഗ്രൗണ്ട് അതോറിറ്റിയെ അറിയിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ CISF ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറി.
സംഭവത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പുലർച്ചെ 3:23 മുതൽ 4:23 വരെ പ്രധാന റൺവേ താൽക്കാലികമായി അടച്ചിട്ടു. ഈ സമയത്തെത്തിയ വിമാനങ്ങൾ സെക്കൻഡറി റൺവേയിലേക്കാണ് തിരിച്ചുവിട്ടത്. കാനഡയിലെ ഖാലിസ്ഥാനി തീവ്രവാദികൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കനേഡിയൻ ഇന്റലിജൻസ് ഏജൻസി മുന്നറിയിപ്പ് നൽകി. കാനഡയിലെ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വിഭാഗം തീവ്രവാദ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് CSIS പുറത്തുവിട്ട 2025 റിപ്പോർട്ടിലാണ് ഇത് ഉള്ളത്. യുദ്ധം തകർത്ത ഇറാനിൽ ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ മറികടന്ന് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഉപകരണങ്ങൾ രഹസ്യമായി എത്തിക്കുന്ന വിപുലമായ ശൃംഖല പ്രവർത്തിക്കുന്നതായി BBC റിപ്പോർട്ട്. രാജ്യത്ത് ഇന്റർനെറ്റ് നിയമവിരുദ്ധമാണെങ്കിലും പുറം ലോകവുമായി ബന്ധം നിലനിർത്താൻ ജനങ്ങൾ ഈ രഹസ്യമാർഗത്തെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ രാജ്യത്തുണ്ടായ വൻ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇറാൻ അധികൃതർ ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിച്ചത്. നിലവിൽ ഏതാണ്ട് 50,000 സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ ഇറാനിൽ ഉണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനയായ വിറ്റ്നസ് കണക്കാക്കുന്നത്. വിദേശത്ത് താമസിക്കുന്ന ഇറാനികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമാണ് ഈ രഹസ്യ നീക്കത്തിന് പണം നൽകുന്നത്. ഇതിൽ യാതൊരു സർക്കാർ സഹായവുമില്ലെന്ന് സഹാന്ത് അവകാശപ്പെടുന്നു. രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് ലോകത്തെ അറിയിക്കാൻ ഇന്റർനെറ്റ് ആവശ്യമാണെന്നും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ കൈകളിൽ ഈ ഉപകരണങ്ങൾ എത്തണമെന്നുമാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.